അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നവനാണ്. അപ്പോൾ നാം ജനങ്ങൾക്ക് ഗുണം ചെയ്തു കൊടുക്കുക. ആ ഗുണത്തിൽ പ്രധാനപ്പെട്ട ഗുണമാണ് വീട് നിർമ്മാണം, അതുപോലെ കിണർ കുഴിച്ചു കൊടുക്കൽ, രോഗത്തിന് ചികിത്സിക്കാൻ സഹായിക്കുക. ഇത് ചെയ്തു കൊടുക്കുന്നത് കണ്ടിട്ട് വലിയ അസൂയയുള്ള മനുഷ്യരും ഇവിടെയുണ്ട്. അതിന് അടയാളമാണ് ഇന്നും ഒരു പത്രത്തിൽ കാന്തപുരത്തിന് ചങ്ക് പരിവാറുമായുള്ള ബന്ധം. പക്ഷെ അതിലൊരു കാര്യമുണ്ട്, 5 കോടി ഉറുപ്പിക ഞങ്ങൾ വാങ്ങിയെന്ന് ഈ എഴുതിയ ആള് എഴുതിയിട്ടുണ്ട്. അയാൾ തെളിയിക്കേണ്ടി വരും. തെളിയിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ തെളിയിപ്പിക്കും. മോഡിയിൽ നിന്ന് 5 കോടി ഉറുപ്പിക വാങ്ങിയെന്ന് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയവർ തെളിയിക്കണം, രേഖ തരണം, അല്ലെങ്കിൽ വിടൂല. എന്താണത്? അസൂയക്ക് ഒരു കണക്ക് വേണം. ഞങ്ങളിതാണ് ചെയ്യുന്നത്. ആസാമിൽ എത്രയോ ജനങ്ങളുടെ വീട് പൊളിക്കപ്പെട്ടു പോയി. ഞാൻ തന്നെ അവിടെ പോയിട്ടുണ്ട്. പോയി കണ്ടു നോക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ വളരെ വേദനയായി. ഒരുപാട് ആളുകളോട് കാശ് വാങ്ങി വീട് നിർമ്മിച്ചു കൊടുത്തു. പക്ഷെ ആസാമിൽ നമ്മുടെ നാട്ടിൽ പോലെ കാശ് വേണ്ട. 1.5 ലക്ഷം ഉറുപ്പിക ഉണ്ടായാലും ഒരു വീട്, അല്ലെങ്കിൽ കവിഞ്ഞാൽ 2 ലക്ഷം. ഷീറ്റിടുന്ന വീട്, ഒരു റൂമും ഒരു സ്വീകരിക്കുന്ന റൂമും ഒരു പാചക റൂം, അങ്ങനെ ഉള്ള വീടുകൾ, 1.5 ലക്ഷത്തിന്റെ വീടുകൾ ഞങ്ങൾ കുറേയധികം നിർമ്മിച്ചു കൊടുത്തു. വെസ്റ്റ് ബംഗാളിൽ നിർമ്മിച്ചു കൊടുത്തു, ജാർഖണ്ഡിൽ നിർമ്മിച്ചു കൊടുത്തു. പല സ്ഥലത്തും ഞങ്ങൾ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയും കിണറുകൾ ഉണ്ടാക്കി കൊടുക്കുകയും വെള്ളം കുടിക്കാൻ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങളെല്ലാവരും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക, അതിനുകൂടെ സഹകരിക്കുക. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെ ഈ വീട് നിർമ്മിച്ച് ഞങ്ങൾ കൊടുത്തെങ്കിലും അതിനോടനുബന്ധിച്ച് ചെറിയ ചെറിയ ചെലവുകളൊക്കെ ഈ നാട്ടുകാർക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ചിലപ്പെട്ടതിനാണ് പന്തലും തേജും ഇതൊക്കെ മൈക്കുമെല്ലാം. അതിന് ഉള്ള ചെലവ് നിങ്ങൾ കൊടുത്തിട്ടേ പോകാവും ഇവിടെ വന്നവർ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ഇനി നമ്മുടെ വീടിന്റെ ഉദ്ഘാടനമുണ്ട്. അത് മന്ത്രി അവരുകൾ ചെയ്യും. മറ്റ് MLA മാരും എല്ലാം അവർക്ക് ഓരോരുത്തരുടെ